സൗദി അറേബ്യ വെച്ചിട്ട് എനിക്ക് ചെറിയൊരു പനി വന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ പീരീഡ്സ് ഒക്കെ ഡിലേ ആവാൻ തുടങ്ങി. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ട്, സാധാരണ കഴിഞ്ഞ 3 വർഷമായിട്ടും ഞാൻ ചെക്ക് ചെയ്യുമ്പോഴെല്ലാം എൻ്റെ പ്രഗ്നൻസി കിറ്റിനകത്ത് സിംഗിൾ ലൈനായിരുന്നു. പെട്ടെന്നൊരു ഫേഡഡ് ലൈൻ വന്നത് ഒരു തിക്ക് ലൈനായിട്ട് മാറി. അപ്പോൾ ഡൗട്ട് തോന്നി, ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവ് എന്നറിഞ്ഞു. പിന്നത്തെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഫസ്റ്റ് സ്കാൻ ചെയ്തു, 4 വീക്സ് ആണെന്ന് അറിഞ്ഞു, കൺഫേമായി. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ വീട്ടിൽ പോയിട്ട് നോക്കിയത് എനിക്ക് വയറൊക്കെ വന്ന് തുടങ്ങിയോന്നാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്കിഷ്ടപ്പെട്ട ഫുഡ്സൊക്കെ എൻ്റെ ഹസ്ബൻഡ് വാങ്ങി തന്നു. പരിപ്പ് വട, ലഡു, പീസ. പക്ഷേ ഇതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഭയങ്കരമായ വൊമിറ്റിങ് കാരണം വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പോയി നോക്കിയപ്പോൾ 8 വീക്സോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും ഓടിയെത്തുക ചെയ്തത്. കാരണം അവിടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല ഞാൻ. എല്ലാ വീഡിയോയിലും ഞാൻ ചിരിച്ചിരിക്കുന്നുണ്ടെങ്കിലും കൂടുതലും ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു താമസം, അങ്ങനെ വേണം പറയാനായിട്ട്. കാരണം എൻ്റെ ബോഡി എന്തോ എന്നെ അങ്ങോട്ട് നടക്കാനൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു. കൂടുതലും തളർന്ന് വീഴുക, ക്ഷീണം, വോമിറ്റിങ്, ഫുഡുകളൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനിടയിൽ കൂടെ എല്ലാവരും ഇതുപോലെ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കും കഴിക്കാനും പറ്റുന്നില്ല. എനിക്കിഷ്ടപ്പെട്ടതെല്ലാം അവോയ്ഡ് ചെയ്യേണ്ട ഒരവസ്ഥയായി. പിന്നെ 7-ാം മാസം വന്നു. 7-ാം മാസം രാവിലെ തൊട്ടുള്ള ചടങ്ങുകളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. രാവിലെ നെയ്യപ്പം ഒഴിക്കും. അതിൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് അറിയാവുന്നതാണ് ഒരു ശാസ്ത്രം. ഞാൻ കരുതിയത് ആൺകുട്ടിയായിരിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ രാവിലെ ആദ്യത്തെ പൊങ്കാല ഇട്ടു. പിന്നെ പലഹാരങ്ങളെല്ലാം ഓരോരുത്തരും മധുരമായിട്ട് വായിലേക്ക് എത്തിച്ചേരാണ് ചെയ്തത്. അതൊക്കെ എൻ്റെ വീട്ടിൽ വെച്ചാണ് നടത്തിയത്. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് വരെ യാത്ര ചെയ്യാനോ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് യാത്ര ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞു വിസിറ്റേഴ്സിൻ്റെ കൂടെ കുഞ്ഞു സന്തോഷങ്ങൾ കണ്ട് ഞാൻ പോകുമായിരുന്നു. പിന്നെ കൂടുതലും ലാസ്റ്റ് 3 മാസം ഞാൻ എൻ്റെ വല്യമ്മയുടെ വീട്ടിലായിരുന്നു. കാരണം യാത്ര ചെയ്യാൻ തീരെ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു നമ്മുടെ റോഡ്. പിന്നെ നേരെ ലാസ്റ്റ് ഡേ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുന്ന ഒരു യാത്ര പറച്ചിലായി കാണുന്നത്. ഹോസ്പിറ്റലിൽ ചെന്നിട്ടും ഇതുപോലെ ആകെ ടെൻഷൻ അടിച്ച് രണ്ടുപേരും കൂടെ മാറിയിരുന്ന് ആലോചനയായിരുന്നു. പിറ്റേന്ന് എന്താവും എന്ന് ആലോചിച്ചിട്ട്. പുള്ളി ഫോണിൽ കൂടെ ആലോചിച്ചാലും പിറ്റേന്ന് നമുക്ക് വൈകുന്നേരം ആയപ്പോൾ ഈ കുഞ്ഞു മണിയെ കിട്ടി. സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വിളിക്കാനുള്ള പേര് തനു എന്ന് കണ്ടുവച്ചിരുന്നത് നന്നായി. കിട്ടിയത് പെൺകുട്ടിയാണ്. അങ്ങനെ നമ്മൾ ഭയങ്കര ഹാപ്പിയായി. വാസ്വിക മഹാലക്ഷ്മി എന്ന് പേരൊക്കെ ഇട്ട് അവളെ ഇങ്ങനെ കയ്യിലിപ്പോഴും 45 ദിവസമായപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ. കയ്യിൽ വെച്ച് കളിപ്പിച്ച് കൊഞ്ചിച്ചിരിക്കുകയാണ്. 9 മാസം 9 ദിവസം പോലെ കടന്നുപോയി. ഇന്ന് നമ്മൾ തനുവിൻ്റെ അച്ഛനും അമ്മയാണ്.